കണ്ണൂരുള്ളവർക്കും കണ്ണൂർ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വന്നിട്ട് വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. അത് മാത്രമല്ല കേട്ടോ, വെള്ളത്തിൽ ചാടുന്നവർക്ക് വെള്ളത്തിൽ ചാടാനും നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കുന്നവർക്ക് അത് എടുക്കാനും പറ്റും. ഇവിടെ സ്പോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നല്ല റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ സ്ലോ ചെയ്ത് ഇവിടുത്തെ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്താട്ടോ ഞങ്ങൾ മുന്നോട്ട് പോയത്. സ്ഥലത്തെ പിന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് മണ്ടയിലേക്ക് നടക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ എത്തിയ പിന്നെ നമ്മൾ അധികം സമയമൊന്നും വേസ്റ്റ് ചെയ്തില്ല. വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഒഴുകി പോകുന്ന അതേ വഴി കൂടെ കേട്ടോ നമ്മൾ മണ്ടയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ 2-3 പാലങ്ങളൊക്കെ ക്രോസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ പാലത്തിൽ കൂടെ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അതേ വെള്ളത്തിൽ കൂടെ നടന്നു പോകാനും പറ്റും. കാരണം ഇവിടെ അത്ര വലിയ ആഴമൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടപ്പം അത് കയറാതെ പോകുന്ന മോശമല്ലേ. അപ്പൊ അതിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം നല്ല സ്ലോയിലാണ് കേട്ടോ ഞങ്ങൾ മണ്ടയിലേക്ക് എത്തിയത്. അങ്ങനെ ഫൈനലി നടന്ന് മണ്ടയിൽ എത്രയപ്പോൾ നല്ല മഴയും പെയ്തു തുടങ്ങി. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല ശക്തിയിൽ വെള്ളവും വരുന്നുണ്ടായിരുന്നു. ഇത്രയും ദൂരം ഇവിടെ നടന്നു വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ആ ഫീല് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ തന്നെ വന്ന് നിൽക്കണം. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൽ ചാടാൻ ആർക്കും തോന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസും വേണ്ട ഒരു ലൊക്കേഷൻ എന്ന് കമന്റ് ഇടുക. പിന്നെ നിങ്ങൾ ഏത് ഫ്രണ്ട്സിനോടാണോ വരാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വീഡിയോ ആ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.